ഹലോ എവരി വൺ. സോ ഞാൻ ഇപ്പോൾ കുറച്ച് ആൾക്കാരുടെ ഇടയിലാണ് ഇരിക്കുന്നത് അല്ലേ. കുറച്ച് പോസിറ്റീവ് ആൾക്കാരുണ്ട്, കുറച്ച് നെഗറ്റീവ് ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ഒരാളുടെ പ്ലേസിൽ കയറിയിട്ടാണ് തൽക്കാലം ഇരിക്കുന്നത്. ആരാണ് ആള്? സീറോ എന്ന് പറയുന്ന ആൾ അല്ലേ. നത്തിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള, നമ്മൾ ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് സീറോ എന്ന് പറയുന്നത്. ഒന്നുമില്ലാത്ത അവസ്ഥ, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും, സീറോ നമ്പറാണ് നമ്മുടെ കയ്യിലുള്ളത്. പക്ഷെ അങ്ങനെ നത്തിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ള ഒരാളാണോ സീറോ? ഒരിക്കലല്ല. സീറോ എന്ന് പറയുന്നത് നമ്മൾ ആരും കാണാത്ത അത്രയും അപ്ലിക്കേഷൻസ് ഉള്ള വളരെ ബ്യൂട്ടിഫുൾ ആയുള്ള ഒരു നമ്പറാണ് സീറോ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന ഈ ഒരു നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും അല്ലേ, ഇവർ രണ്ട് പേരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ നമ്പർ സിസ്റ്റത്തിൻ്റെ ഒരു സെൻറ്റർ ബോണായി നിൽക്കുന്ന ആളാണ് ആര്? സീറോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് കാലം മുന്നേ, നമ്മുടെ പുരാതനമായുള്ള കാലത്തൊക്കെ അന്നത്തെ മാത്തമാറ്റീഷ്യൻസും അല്ലെങ്കിൽ അന്നത്തെ ആളുകളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്, എന്തെങ്കിലും കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കാര്യം ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു കാര്യം? കാരണം നത്തിങ്, ഒന്നുമില്ല എന്ന് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഒരു നമ്പർ, സീറോ എന്ന് പറയുന്ന നമ്പർ അവർക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു സിറ്റുവേഷനിലോട്ടാണ് നമ്മുടെ ഇന്ത്യൻസ് ആയുള്ള മാത്തമാറ്റീഷ്യൻസ് സീറോ എന്ന് പറയുന്ന നമ്പറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സീറോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടെന്നും അത് നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് നമ്മുടെ ഇന്ത്യൻസ് ആണ്. അങ്ങനെ സീറോ എന്നുള്ള ആൾ വന്നതോടുകൂടി ഒരുപാട് കാര്യങ്ങൾ മാറ്റിമറിഞ്ഞു. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു വേൾഡിൽ സീറോ ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയാസ്, യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും അല്ലെങ്കിൽ ടി വിയിൽ നമ്മൾ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ്സ് എന്നുള്ള ഇൻഫർമേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്ന എന്തിൻ്റെ ബേസിലാണ്? ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ ബേസിലാണ്. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് ബൈനറി സിസ്റ്റങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. സീറോയും വണ്ണും കൂടെ വരുന്ന ബൈനറി സിസ്റ്റമായിട്ട് റിലേറ്റ് ചെയ്ത ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ സീറോ ഇല്ലെങ്കിൽ ഈ ബൈനറി സിസ്റ്റത്തിന് എന്ത് സംഭവിക്കും? എങ്ങനെയായിരിക്കും ഇതൊക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, ഷിപ്പുകളും അതേപോലെ തന്നെ എയറോപ്ലെയിൻസ് ഒക്കെ പോകുന്നത് ഓരോരോ റൂട്ടുകളുടെ ബേസിലാണ്. ഈ റൂട്ടുകൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സ് ഒക്കെ വെച്ചിട്ടാണ്. ഇപ്പോൾ 0 ഡിഗ്രിയിൽ വരുന്ന, 30 ഡിഗ്രിയിൽ വരുന്ന, 60 ഡിഗ്രിയിൽ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സീറോയുടെ അപ്ലിക്കേഷൻസ് ഒക്കെ ഒരുപാട് വരുന്ന ഓരോരോ ഡയറക്ഷൻസ് വെച്ചിട്ടാണ് അവരൊക്കെ മൂവ് ചെയ്യുന്നത്. സോ സീറോ ഇല്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കും? ഒന്നും വേണ്ട, സിമ്പിളായിട്ട് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ 7 മണിക്ക് അലാറം വെക്കുന്ന ആൾക്കാരാണ് നമ്മളെങ്കിൽ സീറോ ഇല്ലെങ്കിൽ പിന്നെ 7 മണിക്ക് വെക്കാൻ കഴിയുമോ? ഇല്ല, 7:01 ആയിരിക്കും നമ്മൾ വെക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഡേ ടു ഡേ ലൈഫിൽ സീറോ നമ്മൾ യൂസ് ചെയ്യാത്ത ദിവസങ്ങളുണ്ടോ? നമ്മളൊരു കടയിൽ പോയിട്ടുണ്ടെങ്കിൽ സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്ന 100 രൂപ അല്ലെങ്കിൽ 2000 രൂപ, ഇതൊക്കെ പറയുന്നത് എന്ത് തന്നെയാണ്? സീറോസിൻ്റെ ഓരോ അപ്ലിക്കേഷൻസ് ആണ്. സോ ഇത്തരത്തിൽ നത്തിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വന്നിട്ടുള്ള സീറോ പിന്നീട് ഒരു ഹീറോ ആയിട്ട് മാറുന്ന കാര്യമാണ് നമ്മൾ മാത്തമാറ്റിക്സിൽ കണ്ടിട്ടുള്ളത്. സോ സീറോയെ വെറുതെ പുച്ഛിച്ച് തള്ളേണ്ട, വളരെ സിമ്പിളായിട്ട് കാണേണ്ട ഒരാളല്ല. നമ്മൾ ഇന്നത്തെ സിറ്റുവേഷനിൽ പല കാര്യങ്ങളും ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ആര്? സീറോ എന്ന് പറയുന്നത്. ഇനി സീറോയുടെ സബ്ട്രാക്ഷൻസ്, അഡീഷൻസ്, മൾട്ടിപ്ലിക്കേഷൻസ് ഇതൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ വീണ്ടും ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരുപാട് ഫാക്ട്സ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ സീറോയുടെ അപ്ലിക്കേഷൻസ്, എക്സ്പോണൻസ് വരുന്ന സമയത്തുള്ള അപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ, ലോഗരിതം വരുന്ന സമയത്തുള്ള അപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ എല്ലാം എന്താണ്? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ട്സ് നമുക്ക് കാണാൻ പറ്റും. ഫ്രാക്ഷൻസ് വരുന്ന സമയത്താണെങ്കിൽ, ഡെസിമൽസ് വരുന്ന സമയത്താണെങ്കിൽ വീണ്ടും സീറോയുടെ അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. സോ ഇത്തരത്തിൽ സീറോ എന്ന് പറയുന്ന ആൾ ഒരിക്കലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരാളായിട്ട് മാറുന്ന സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സീറോ എന്ന് പറയുന്നത് ആദ്യകാലത്തൊക്കെ 0 മുതൽ 1, 2, 3 എന്ന് പറയുമ്പോൾ വളരെ താഴെ നിന്നിരുന്ന ഒരാളായിരുന്നെങ്കിൽ ഇപ്പോൾ എന്തായിട്ട് മാറി? -1, -2, -3 എന്ന് പറഞ്ഞിട്ട് സീറോയുടെ താഴോട്ടും ആളുകൾ വന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ എത്തി. അപ്പോൾ ഈ രണ്ട് കൂട്ടരെയും, പോസിറ്റീവുകാരെയും നെഗറ്റീവുകാരെയും കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന സെൻറ്റർ പോയിന്റ് മാറിയ സീറോയുടെ കഥയാണ് പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീറോയുടെ ഒരുപാട് അപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കമൻറ്റിൽ വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും അടുത്ത വീഡിയോയിൽ അത് ചെയ്യും. മാത്രമല്ല, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു ഇന്ത്യൻസ് ആണ് സീറോ നമുക്ക് മാത്തമാറ്റിക്സ് വേൾഡിന് കോൺട്രിബ്യൂട്ട് ചെയ്തത്. സോ അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻസ് ആയിട്ടുള്ള ആരാണ്, ഏതായിരുന്നു ആ മാത്തമാറ്റീഷ്യൻസ് എന്നുള്ളത് എന്ത് ചെയ്യുക? നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലേ. നമ്മുടെ ആളുകളാണ്, നമുക്ക് പ്രൗഡ് ആയിട്ടുള്ള മൊമെൻ്റ് ആണ്, ഇന്ത്യൻസ് ആണ്. സോ ആരായിരുന്നു ആ ഒരു സീറോയുടെ പുറകിലുള്ള ആൾക്കാർ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ സീറോ വെച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാതെ നമ്മൾ അടുത്ത വീഡിയോസിൽ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.